സെൻറ്റ് ജൂഡ്സ് സോമയാർ മഠത്തിലുള്ള ചേർച്ചാണ്. ജോയ് ടീച്ചറാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. നന്നായിട്ടുണ്ടാവും കാണാൻ. അവിടെ ഒരു തിരുരൂപമുണ്ട്. ആ തിരുരൂപം ഭയങ്കര ശക്തിയുള്ള തിരുരൂപം എന്നാണ് ടീച്ചർ പറഞ്ഞു തന്നു. അവിടേക്ക് പോകുമ്പോഴത്തേക്കും കയറി പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ആ തിരുരൂപം ഇരിക്കുക. അതിൻ്റെ ഫ്രണ്ടിലുള്ള പ്രാർത്ഥന ടീച്ചർ കുറേ സമയം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴോട്ട് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചാപ്പിൽ കാണും. ഇതുവഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയും. ജോയ് ടീച്ചർ തിരുരൂപത്തിൻ്റെ ഫ്രണ്ടിൽ പ്രാർത്ഥിക്കും കുറച്ച് സമയം. ഈ തിരുരൂപം സോമയാർ മഠത്തിലുള്ള ചേർച്ചിലാണ് ഇരിക്കുന്നത്. ഭയങ്കര ശക്തിയുള്ള തിരുരൂപം എന്നാണ് ടീച്ചർ പറഞ്ഞു തന്നു. ടീച്ചർ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ടീച്ചർ അവിടെ ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്യും. ആ തിരുരൂപത്തിനെ ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്യും. ചുറ്റിക്കറങ്ങി ടീച്ചർ താഴോട്ടുള്ള ചാപ്പലിലോട്ട് പോകും. കണ്ടോ, ടീച്ചർ ചുറ്റിക്കറങ്ങുന്നു. ഇതാണ് ചാപ്പലിലോട്ടുള്ള വഴി. അവിടെ പോയി നമുക്ക് കുറച്ച് സമയം ഇരിക്കാം. ബൈബിളൊക്കെ ഉണ്ട്. കുറച്ചിറങ്ങി താഴോട്ട് പോകണം. കുറച്ച് ഇരുട്ടായിട്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല. അകത്തോട്ട് കയറുമ്പോൾ നല്ല പ്രകാശമൊക്കെ ഉണ്ട്. പള്ളിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ആരുമില്ലാത്ത റെസ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് പോയാൽ മതി. ഇതാണ് ചാപ്പൽ. നന്നായിട്ടുണ്ടാവും കാണാൻ. ഇവിടേക്ക് ഇരിക്കാം, പ്രയർ ചെയ്യാം. റൈറ്റ് സൈഡിലായാലും ജീസസിൻ്റെ ഇവിടെ ബൈബിൾ വെച്ചിട്ടുണ്ട്. അവിടെ 2 ബൈബിളുണ്ട്. മലയാളം ബൈബിളുണ്ട്, തമിഴ് ബൈബിളും ഉണ്ട്. പ്രാർത്ഥിക്കാം, നമുക്ക് റെസ്റ്റ് ചെയ്യാം, ബൈബിൾ വായിക്കാം, അങ്ങനെയൊക്കെ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോകണം. ഞങ്ങളുടെ കൂടെയുള്ള സോബി ടീച്ചറും പ്രേമ ടീച്ചറാണ് നിൽക്കുന്നത്. അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി. ഇതാണ് ചേർച്ചിൻ്റെ ഔട്ട് സൈഡ്. വലിയ ചേർച്ചാണ്. സോമയാർ മഠത്തിലാണ് ഈ ചേർച്ച് ഇരിക്കുന്നത്.